ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇടുക്കിയിലെ കുളമാവിലെ ഗ്രീൻബർഗ് എന്ന റിസോർട്ടിലേക്കാണ് ഞങ്ങൾ സ്റ്റേക്കേഷന് പോയത്. ഇതിപ്പോ രാവിലെ 10 മണിക്കാണ് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 95 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. തൊടുപുഴയിൽ നിന്നും ഇങ്ങോട്ടേക്ക് 35 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ തൊടുപുഴയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞങ്ങൾ റിസോർട്ടിൽ എത്തുമ്പോഴേക്കും 2:30 മണി ആവാറായിട്ടുണ്ട്. 2:30 മണിക്കായിരുന്നു ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ മഴയൊക്കെ ഒന്ന് തോർന്നു വന്നിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. നല്ല കോടയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോ തൊടുപുഴയൊക്കെ കഴിഞ്ഞ് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിസോർട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ അഭിനയിച്ച 12th മാൻ എന്ന ഫിലിമിന്റെ ഫൈനൽ ഷൂട്ടൊക്കെ നടന്ന ലൊക്കേഷനാണ് ഈ ഗ്രീൻബർഗ് റിസോർട്ട്. കാണാൻ നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3000 അടി ഉയരത്തിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കുളമാവ് ഡാമിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഡ്രൈവ് ആണ് ഈ റിസോർട്ടിലേക്കുള്ളത്. ഇങ്ങനെ ചെറുതായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കോട മൂടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഹെയർ പിൻ കയറുന്നത് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. $70 ഏക്കർ ഏരിയ ആണ് ഈ റിസോർട്ടിനുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കോടയൊക്കെ ഇറങ്ങി ഒന്ന് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ ചെന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ റിസോർട്ടിന്റെ പാർക്കിംഗ് ഇവിടെയാണ്. ഈ ഒരു ലൊക്കേഷൻ കാണാൻ ഭയങ്കര വൈബാണ് കേട്ടോ. ഇത് ഫുൾ കോട മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ വീഡിയോ ഞാൻ അടുത്ത ഒരു ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും
ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത്. കോടയൊന്നും മൂടാത്തുള്ള ഒരു സമയത്തുള്ള വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ്. വന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. കൊടുമുടി എന്നാണ് ഇതിൻ്റെ പേര്. ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഫുഡൊന്നും അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും അതിൻ്റെ ആ ഒരു ലൊക്കേഷനും ആ ഒരു ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് സ്റ്റേക്കേഷനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരിടം തന്നെയാണ്. മഴയുള്ളത് കൊണ്ട് തന്നെ ഫുൾ കോടയാണ് കേട്ടോ. വൈകിട്ടാകുമ്പോഴേക്കും കോട മൂടും ഫുള്ളായിട്ട്. ഒരു ഉച്ച ആ ഒരു വെയില് താഴുന്നതോടുകൂടി ഫുൾ കോടയായിട്ടുണ്ടാകും. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്കാകും. ആ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് റിസോർട്ടിൽ നിൽക്കുമ്പോൾ. ഇതിപ്പോ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെയാണ് ഞാൻ മറ്റേ പാർക്കിങ്ങിന്റെ ഭാഗത്തുള്ള ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് അവിടെ കോടയൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ നമുക്ക് അപ്പുറത്തെ ആ ഒരു പീക്കൊക്കെ കാണാൻ പറ്റും. നല്ല വലിയ മലനിരകളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇപ്പോൾ കോട മൂടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ചെറിയൊരു മീൻ വളർത്തുന്ന ഒരു പോണ്ട് പോലെയുണ്ട്. ആ പോണ്ടിൽ നിറച്ചും മീനുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പം മഴ പെയ്താകെ കലങ്ങി കിടക്കുകയാണ്. നല്ല കാറ്റും മഴയൊക്കെയുള്ള ഒരു ക്ലൈമറ്റിൽ തന്നെയാണ് ഇവിടെ പോകാൻ നല്ല രസം. പിന്നെ പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അട്ടയുടെ ഒരു ശല്യം ഉണ്ട്. റിസോർട്ടിന്റെ പുറത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അട്ടയുടെ പ്രശ്നങ്ങളൊന്നും വരില്ല. മഴയുള്ളത് കൊണ്ട് തന്നെ അട്ടശല്യം ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിരുന്നു കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ ഉള്ള കാഴ്ചകളാണ് ഇതിപ്പോൾ. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ 12th മാനില് ഫൈനൽ ഷൂട്ടൊക്കെ നടന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞില്ലേ, അതില് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് ഈ ഒരു മേശയ്ക്ക് ചുറ്റിനുമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോസ് ഒന്നുകൂടി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു ലൈറ്റും ആ ഒരു ടേബിളും ചെയറും ഒക്കെ അവിടെ തന്നെയുണ്ട്. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, ഈ തണുപ്പത്തിരുന്ന് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണല്ലോ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അവരതൊക്കെയാണ് കഴിച്ചത്. ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഫുഡ് എനിക്ക് അത്ര റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയില്ല. എന്നാൽ ആ ഒരു ക്ലൈമറ്റും ഒരു ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. അത് ആ ഒരു ലൊക്കേഷൻ വരുന്നത് നല്ലൊരു പീക്ക് ലെവലിലായതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.